ഗൂഗിൾ ഡ്രൈവിൽ 15 GB സ്റ്റോറേജ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് നൽകുന്നത്. എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഇതിൽ കൂടുതൽ നമുക്ക് സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മുടേതായിട്ടുള്ള മറ്റൊരു ഗൂഗിൾ ഡ്രൈവ്, അതായത് മറ്റൊരു മെയിൽ ഐ ഡിയിൽ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെങ്കിൽ അതിലും 15 GB ലഭിക്കുമല്ലോ. ആ ഒരു 15 GB ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിച്ചാലോ വളരെയധികം ഉപകാരപ്രദമല്ലേ? എങ്ങനെയാണ് ഇത് ആഡ് ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഡ്രൈവ് ആണ്. ഇതിൽ ഒരുപാട് ഡാറ്റകൾ ഞാൻ സേവ് ചെയ്ത് സൂക്ഷിച്ചിട്ടും ഉണ്ട്. പക്ഷേ ഈ ഗൂഗിൾ ഡ്രൈവ് ഫുള്ളൊന്നും അല്ല കേട്ടോ, ഒരുപാട് സ്പേസ് ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രേ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ, എന്നാലും ഒരുപാട് ഡാറ്റകൾ ഇതിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് മറ്റൊരു ഗൂഗിൾ ഡ്രൈവിലുള്ള 15 GB എങ്ങനെ ആഡ് ചെയ്യാം, അതാണല്ലോ നമ്മുടെ വിഷയം. അത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് മറ്റൊരു മെയിൽ ഐ ഡിയും അതിലൊരു ഗൂഗിൾ ഡ്രൈവും വേണം. നമുക്ക് പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്താലും മതി. ഓൾറെഡി എനിക്ക് ഒരുപാട് മെയിൽ ഐ ഡിയും അതിൽ ഗൂഗിൾ ഡ്രൈവും ഉണ്ട്. അപ്പോൾ എനിക്ക് അതന്നെ സെലക്ട് ചെയ്താൽ മതി. ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവ് തന്നെ നമുക്ക് ഇവിടെ മെയിൽ ഐ ഡി കാണാൻ സാധിക്കും. അതിലേതാണ് നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൊരു ഡാറ്റയും ഇല്ല കേട്ടോ, ഇത് എംപ്റ്റി ആണ്. ഇതിലെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ ഞാനൊന്നും തന്നെ സ്റ്റോർ ചെയ്തിട്ടില്ല, അതായത് സേവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു 15 GB നമുക്ക് ആദ്യം നമ്മൾ ഉപയോഗിച്ച ആ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് ആഡ് ചെയ്യണം. എങ്ങനെ ആഡ് ചെയ്യാം? ഇവിടെ ഒരു പ്ലസ് ഐക്കൺ ന്യൂ എന്ന് കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക, ഫോൾഡർ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഫോൾഡറിന് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ 15 GB എന്ന് തന്നെയാണ് ഇതിൽ എഴുതുന്നത്. ഓക്കെ, 15 GB എന്ന് എഴുതിയിട്ട് ക്രിയേറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 15 GB ഒരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു ഡാറ്റയും ഇല്ല കേട്ടോ. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ആ ഫോൾഡറിൻ്റെ ഇവിടെ 3 ഡോട്ട്സ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ മാനേജ് ആക്സസ് എന്ന ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ റെസ്ട്രിക്റ്റഡ് എന്ന ഭാഗത്താണ് ഉള്ളത്, അത് നമുക്കൊന്ന് മാറ്റണം. ഇവിടെ ചേഞ്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എനിവൺ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിവൺ സെലക്റ്റഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു, ഇപ്പോൾ അത് മാറിയിട്ട് എനിവൺ എന്ന ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ബാക്ക് വരിക. എന്നിട്ട് ഈ ഒരു 15 GB ഫോൾഡറിൻ്റെ 3 ഡോട്ട്സിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഷെയർ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ആ ഒരു മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിൻ്റെ മെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു മെയിൽ ഐ ഡി കാണിക്കും. ഓക്കെ, അത് ടൈപ്പ് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഈ ഒരു 15 GB ഫോൾഡർ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ചെയ്ത ഉടനെ തന്നെ ഇത് നിങ്ങൾക്ക് മെയിൽ വരും. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. ഇത് ഗൂഗിൾ ഡ്രൈവിൽ ആഡ് ആയിട്ടുണ്ടാവും, നിങ്ങൾക്കൊരു മെയിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾ കാണുന്നില്ലേ ഒരു മെയിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെയിൽ ഐ ഡിയിൽ നിന്നും ഒരു 15 GB ഫോൾഡർ നിങ്ങൾക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നിട്ട് നിങ്ങളുടെ നിലവിൽ ഉപയോഗിക്കുന്ന ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ. ഇവിടെ താഴെ ഷെയർഡ് എന്നൊരു ടാബ് കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു 15 GB ഫോൾഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എംപ്റ്റി ആണ്, അതായത് ഇത് മറ്റൊരു മെയിൽ ഐ ഡിയിലുള്ള ഗൂഗിൾ ഡ്രൈവിൻ്റെ 15 GB ആണ്. നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു 15 GB ഫുള്ളായാലും ഈ ഒരു 15 GB ഫോൾഡർ ഒരിക്കലും ഫുള്ളാകുകയില്ല, കാരണം ഇത് മറ്റൊരു 15 GB ആണ്. ഇതിലേക്ക് നമുക്കിപ്പോൾ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്നൊരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യാണ്. ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഇവിടെ മുകളിൽ സെലക്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. ഓക്കെ, അതിലേക്ക് അപ്ലോഡ് ആവുന്നുണ്ട്. നമുക്ക് എന്താണ് ഇതിൽ കാണിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇതിലേക്ക് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്ലോഡ് ആയി കഴിഞ്ഞു. ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇനി നമുക്ക് ആ ഒരു പഴയ മെയിൽ ഐ ഡിയിലുള്ള ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഫോൾഡറിൻ്റെ അകത്ത് ഈ ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ഇനി പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു മെയിൽ ഐ ഡിയിലുള്ള ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത ഫോട്ടോ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു 15 GB ഫോൾഡറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന്. അതായത് നിലവിൽ നിങ്ങൾക്ക് ഉള്ള ആ ഒരു ജിമെയിൽ ഉപയോഗിച്ചിട്ടുള്ള ഗൂഗിൾ ഡ്രൈവിലേക്ക്
ഇനി പുതുതായിട്ട് നിങ്ങൾ എത്ര മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് ഗൂഗിൾ ഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിലുള്ള ആ ഒരു 15 GB നിങ്ങൾക്ക് നിലവിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന 15 GB ഒരിക്കലും തന്നെ ഫുൾ ആകുകയില്ല. വീണ്ടും 15 GB നിങ്ങൾക്ക് ഇതുപോലെ ഓരോരോ ഫോൾഡറായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എത്ര മെയിൽ ഐ ഡി ഉണ്ടെങ്കിലും അതിൽ ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെങ്കിൽ ആ ഒരു 15 GB ഈ ഒരു ഗൂഗിൾ ഡ്രൈവിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ സ്റ്റോറേജ് ഒരിക്കലും തന്നെ ഫുൾ ആകുകയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.